വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പോക്കറ്റിലുള്ള പണവും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കടവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ സാമ്പത്തിക നില തീരുമാനിക്കുന്നത്. അത് വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിലും കമ്പനികളുടെ കാര്യത്തിലാണെങ്കിലും. വരുമാനം കൂടുന്നുണ്ടെന്ന് കരുതി ഒരു കമ്പനി ലാഭത്തിലാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. വരുമാനം കൂടുമ്പോഴും കടക്കണിയിൽ മുങ്ങിപ്പോയ എത്രയോ കമ്പനികളുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഷെയർ മാർക്കറ്റിൽ നഷ്ടപ്പെടുത്തുന്നവരുടെ ഒരു പൊതു സ്വഭാവം അവർ ഒരിക്കലും ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തുറന്നു നോക്കാറില്ല. ഒരു കമ്പനി നിങ്ങളെ കോടീശ്വരനാക്കുമോ അതോ പാപ്പരാക്കുമോ എന്ന രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് അതിന്റെ ബാലൻസ് ഷീറ്റിലാണ്. ഒരു കമ്പനിയുടെ സമ്പത്തും കടവും കൃത്യമായി രേഖപ്പെടുത്തിയ ആ സാമ്പത്തിക ജാതകം എങ്ങനെ വായിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? അതിന് നിങ്ങൾ MBA ഒന്നും കഴിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇന്നു മുതൽ ബാലൻസ് ഷീറ്റ് വായിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ പതിയെ മനസ്സിലാക്കുന്നതാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് തന്നെ സ്വയം പരിശോധിക്കാവുന്നതാണ്. ആദ്യം തന്നെ എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് നോക്കാം. ഒരു നിശ്ചിത സമയത്ത് ഒരു കമ്പനിയുടെ സാമ്പത്തിക നിലയെ കാണിക്കുന്ന രേഖയാണിത്. ഇതിനൊരു ഫൈനാൻഷ്യൽ സ്നാപ്ഷോട്ട് എന്ന് വിളിക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്: അസറ്റ്സ്, ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഒരു കമ്പനിയുടെ ആസ്തികൾ എന്നാൽ ലളിതമായി പറഞ്ഞാൽ ആ കമ്പനിയുടെ പക്കലുള്ള സമ്പാദ്യങ്ങളാണ്. ഒരു കമ്പനിയുടെ ഉടമസ്ഥയിലുള്ളതും ഭാവിയിൽ സാമ്പത്തിക ലാഭം നൽകുന്നതുമായ എല്ലാ വസ്തുക്കളെയും നമുക്ക് ആസ്തികൾ എന്ന് വിളിക്കാം. ഇതിനെ പ്രധാനമായും 2 വിഭാഗങ്ങളായി തിരിക്കാം: കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് അസറ്റ്സും. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ സാധിക്കുന്ന ആസ്തികളാണിവ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ സാഹചര്യം വെച്ച് ഇത് വളരെ ലളിതമായി വിശദീകരിക്കാം. കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൈമുന്നിലുള്ള പണം എന്ന് വിളിക്കാം. എപ്പോൾ വേണമെങ്കിലും എടുത്തുപയോഗിക്കാൻ പറ്റുന്നവയാണിത്. നിങ്ങളുടെ അലമാരയിലോ പേഴ്സിലോ ഇരിക്കുന്ന പണം, ബാങ്ക് അക്കൗണ്ടിലുള്ള തുക എന്നിവയൊക്കെ. ഉദാഹരണം നോക്കുമ്പോൾ പലചരക്ക് സാധനങ്ങൾ കറണ്ട് അസറ്റ് ആണ്. വീട്ടിൽ ഒരു മാസത്തേക്ക് വാങ്ങി വെച്ചിരിക്കുന്ന അരിയും പഞ്ചസാരയും ഒക്കെ ആസ്തിയാണ്. കാരണം അത് ഉപയോഗിക്കാൻ നമുക്ക് വേറെ പണം ചിലവാക്കേണ്ടി വരുന്നില്ല. ഒരാൾക്ക് കൊടുത്ത കടം ഉദാഹരണമാണ്. നിങ്ങളുടെ അയൽവാസി അടുത്ത ആഴ്ച തിരിച്ചു തരാമെന്ന് പറഞ്ഞ് വാങ്ങിയ 1000 രൂപ, അത് നിങ്ങളുടെ ആസ്തിയാണ്. കാരണം ആ പണം ഉടനെ നിങ്ങളുടെ കൈ വരാനുള്ളതാണ്. നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് തറവാട് സ്വത്ത് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം എന്ന് വിളിക്കാം. ഇവ പെട്ടെന്ന് വിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല. പക്ഷെ ഇവയാണ് നമ്മുടെ സമ്പാദ്യത്തിന്റെ വലിയ ഭാഗം. നിങ്ങൾ താമസിക്കുന്ന വീട് ഒരു നോൺ കറണ്ട് അസറ്റ് ആണ്. ഇത് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയില്ലെങ്കിലും ഇതിന് വലിയ മൂല്യമുണ്ട്. സ്വർണം, വാഹനങ്ങൾ ഒക്കെ ഇതിനൊക്കെ പ്രധാന എക്സാമ്പിളായി പറയാം. ഇതിന് പുറമെ തൊഴിലുപകരണങ്ങൾ ഒരു നോൺ കറണ്ട് അസറ്റായി പറയാം. ഒരു തയ്യൽക്കാരന് അയാളുടെ തയ്യൽ മെഷീൻ ഒരു ആസ്തിയാണ്. ഒരു കർഷകന് അയാളുടെ ട്രാക്ടർ ആസ്തിയാണ്. കാരണം ഇവ ഉപയോഗിച്ചാണ് അവർ പണം ഉണ്ടാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അസറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് കമ്പനികളുടെ കാര്യത്തിലേക്ക് കൊണ്ടുപോകാം. കമ്പനിയുടെ ദൈനംദിന ചെലവുകൾ നടത്തുന്ന അസറ്റ്സ് ആണ് കറണ്ട് അസറ്റ്സ്. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ഇൻവെന്ററി, അക്കൗണ്ട് റിസീവബിൾ എന്നിവയാണ് പ്രധാനമായും കറണ്ട് അസറ്റ്സിൽ ഉൾപ്പെടുന്നത്. നോൺ കറണ്ട് അസറ്റ്സ് എന്നാൽ ഒരു വർഷത്തിൽ കൂടുതൽ കാലം ബിസിനസ്സിൽ നിലനിൽക്കുന്നതും പെട്ടെന്ന് വിൽക്കാൻ ഉദ്ദേശിക്കാത്തതുമായ വലിയ നിക്ഷേപങ്ങളാണിവ. ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നിങ്ങനെ 2ആയി നോൺ കറണ്ട് അസറ്റ്സിനെ തിരിച്ചിട്ടുണ്ട്. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഫാക്ടറികൾ, യന്ത്രങ്ങൾ, ഭൂമി, കെട്ടിടങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയൊക്കെയാണ്. കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ, പേറ്റന്റുകൾ, കോപ്പിറൈറ്റുകൾ, സോഫ്റ്റ്വെയർ ലൈസൻസുകൾ എന്നിവയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇനി ലയബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. ലയബിലിറ്റീസ് എന്നാൽ ബാധ്യത. പേരിൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാം അല്ലേ? നിങ്ങൾ മറ്റൊരാൾക്ക് നൽകാൻ കടപ്പെട്ട പണമോ സേവനമോ ആണ് ബാധ്യത. ഇതും 2ആയി തിരിച്ചിട്ടുണ്ട്: കറണ്ട് ലയബിലിറ്റീസും നോൺ കറണ്ട് ലയബിലിറ്റീസും. സാധാരണയായി ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടവയാണ് കറണ്ട് ലയബിലിറ്റീസ്. ക്രെഡിറ്റ് കാർഡ് ബില്ല്, പലചരക്ക് കടയിലെ പറ്റ്, ഇതൊക്കെ നമ്മുടെ ലൈഫിലെ കറണ്ട് ലയബിലിറ്റീസ് ആണ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് അങ്ങനെയല്ല. ഇതിനെ നമുക്ക് വലിയ കടങ്ങൾ എന്ന് വിളിക്കാം. ഇവ തീർക്കാൻ വർഷങ്ങൾ എടുക്കും. അതായത് ഒരു വർഷത്തിൽ കൂടുതൽ കാലയളവിലേക്ക് തിരിച്ചടയ്ക്കാനുള്ളവയാണ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. നമ്മുടെ ഹോം ലോണ്, കാർ ലോൺ ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇതേപോലെ ഒരു കമ്പനി പുറത്തുള്ള വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ, അതായത് ബാങ്കുകൾ, സപ്ലൈമാർ, ഗവൺമെന്റ് എന്നിവർക്ക് കൊടുക്കാനുള്ള തുകയോ അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട സേവനങ്ങളോ ആണ് ബാധ്യതകൾ. ഒരു കമ്പനി അതിന്റെ ആസ്തികൾ വാങ്ങുന്നതിനോ ബിസിനസ് നടത്തുന്നതിനോ വേണ്ടി എവിടെ നിന്നൊക്കെ പണം കടം വാങ്ങി എന്നത് ബാലൻസ് ഷീറ്റിലെ ഈ ഭാഗം നോക്കിയാൽ അറിയാൻ സാധിക്കും. ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ കമ്പനിയുടെ സാധാരണ ബിസിനസ് കാലാവധിക്കുള്ളിൽ കൊടുത്തു തീർക്കേണ്ട കടങ്ങളാണ് കറണ്ട് ലയബിലിറ്റീസ്. അക്കൗണ്ട് പേയബിൾസ്, അതായത് കമ്പനിക്ക് സാധനങ്ങളോ സേവനങ്ങളോ നൽകിയ സപ്ലൈമാർക്ക് നൽകാനുള്ള പണം. ഷോർട്ട് ടേം ലോൺസ്, അതായത് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കേണ്ട ചെറിയ വായ്പകൾ. അക്രൂഡ് എക്സ്പെൻസസ്, അതായത് ശമ്പളം, നികുതി, വൈദ്യുതി ബില്ല് എന്നിങ്ങനെ നൽകാൻ ബാക്കിയുള്ള ചിലവുകളൊക്കെ കറണ്ട് ലയബിലിറ്റീസിൽ ഉൾപ്പെടുന്നുണ്ട്.
ഒരു വർഷത്തിന് ശേഷം മാത്രം കൊടുത്തു തീർത്താൽ മതിയെന്ന് കരാറുള്ള വലിയ കടങ്ങളാണ് നോൺ കറന്റ് ലയബിലിറ്റീസ്. ബാങ്കുകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ദീർഘകാലത്തേക്ക്, അതായത് 5 മുതൽ 10 വർഷത്തേക്കൊക്കെ എടുക്കുന്ന വലിയ വായ്പകളാണിവ. പൊതുജനങ്ങളിൽ നിന്നോ വലിയ നിക്ഷേപകരിൽ നിന്നോ കടപ്പത്രങ്ങൾ വഴി സ്വീകരിക്കുന്ന പണം, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അതായത് ഭാവിയിൽ നൽകേണ്ടി വരുന്ന നികുതി ബാധ്യതകൾ എന്നിവയൊക്കെയാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചുണ്ടായേക്കാവുന്ന നോൺ കറന്റ് ലയബിലിറ്റീസ്. കുറെ ഇൻഫർമേഷൻസ് ഒരുമിച്ച് മനസ്സിലാക്കാൻ നോക്കിയാൽ നമുക്ക് ഒന്നും തന്നെ പഠിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഇതിനെ ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കാം. ഒരു ബാലൻസ് ഷീറ്റിന്റെ 2 വശങ്ങളും എപ്പോഴും തുല്യമായിരിക്കണം, അതായത് ബാലൻസ്ഡ് ആയിരിക്കണം. അതായത് കമ്പനിയുടെ പക്കലുള്ള എല്ലാ ആസ്തികളും ഒന്നുകിൽ കടം വാങ്ങിയ പണം കൊണ്ടോ അല്ലെങ്കിൽ ഉടമസ്ഥരുടെ പണം, അതായത് ഇക്വിറ്റി കൊണ്ടോ ആയിരിക്കണം വാങ്ങിയിട്ടുണ്ടാവുക. ഒരു ബാലൻസ് ഷീറ്റ് എപ്പോഴും ഇനി പറയുന്ന സൂത്രവാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്, അതായത് അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ കമ്പനിയുടെ ആസ്തികൾ കടത്തേക്കാൾ കൂടുതലാണോ എന്ന് പരിശോധിക്കണം. കടം വളരെ കൂടുതലാണെങ്കിൽ ആ കമ്പനി സാമ്പത്തികമായി അപകടത്തിലാണെന്നാണ് അർത്ഥം. കൂടാതെ ഒരു കമ്പനിയുടെ ഹ്രസ്വകാല ബാധ്യതകൾ അഥവാ കറണ്ട് ലയബിലിറ്റീസ് വീട്ടാൻ ആവശ്യമായ ഹ്രസ്വകാല ആസ്തികൾ അവരുടെ കയ്യിലുണ്ടോ എന്നും പരിശോധിക്കണം. ഇതിനെയാണ് കറണ്ട് റേഷ്യോ എന്ന് വിളിക്കുന്നത്. കടം കൂടുന്നത് എപ്പോഴും മോശമല്ല, പക്ഷെ ആ കടം എടുത്ത പണം ഉപയോഗിച്ച് ലാഭം ഉണ്ടാക്കാൻ കമ്പനിക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം അളക്കാൻ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ 2 തൂണുകളാണ്, അതായത് ആസ്തികളും ബാധ്യതകളും. ഒരു നല്ല കമ്പനി എപ്പോഴും തങ്ങളുടെ ആസ്തികൾ വർദ്ധിപ്പിക്കാനും ബാധ്യതകൾ കുറയ്ക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. ബാധ്യതകളെക്കാൾ കൂടുതൽ ആസ്തികളുള്ള ഒരു കമ്പനി സാമ്പത്തികപരമായി സുരക്ഷിതമായിരിക്കും. ഈ ഒരു അടിസ്ഥാനം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏതൊരു കമ്പനിയുടെയും പ്രാഥമികമായ സാമ്പത്തിക നില തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വെച്ചുകൊണ്ട് തന്നെ ഇനി വരുന്ന സെഷനുകൾ വായിക്കാൻ പഠിക്കാം. അതിനായി കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് screener.in നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി 50യിലുള്ള എറ്റേണൽ എന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരുന്ന സെഷനുകളിൽ ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വെച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം വെച്ച് കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എത്രയാണെന്ന് പരിശോധിക്കുക.